മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബിയെ, ലൈലത്തുൽ ഖദറാണ് ഇന്ന് എന്ന് അറിഞ്ഞാൽ ഞാൻ എന്താണ് കൂടുതൽ ചൊല്ലേണ്ടത്? ലൈലത്തുൽ ഖദറാണ് എന്നറിഞ്ഞാൽ എന്ത് അമലാണ് കൂടുതൽ ചെയ്യേണ്ടത്? മഹദിയായ ആയിഷാബിയുടെ ചോദ്യത്തിന് നബി തങ്ങളുടെ മറുപടി, നീ കുറേ നിസ്കരിക്കണമെന്നോ ഖുർആൻ ഓതണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൽക്കർമ്മം ചെയ്യണമെന്നല്ല. അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, മോളെ നീ അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ ഒരു ദിക്ർ അധികമായി ചൊല്ലണമെന്ന്. അവസാനത്തെ 10 നമ്മൾ അധികമായി ചൊല്ലുന്ന ഒരു ദിക്റാണ്. പക്ഷേ നമ്മുടെ ചൊല്ലലൊക്കെ കേവലം നിസ്കാരങ്ങൾക്ക് ശേഷമായി ഒതുങ്ങിപ്പോയിട്ടുണ്ട്. ഈ ഒരു ദിക്ർ അധികമായി ഈ 10 ദിവസങ്ങളിൽ ചൊല്ലണമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഈ 10 ദിവസങ്ങളെന്ന് പറയാൻ കാരണം, അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങളാണ് എന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം. മഹാന്മാർ 21-ാം രാവ്, 23, 25, 27, 29 ഇങ്ങനെ എണ്ണിയതുപോലെ തന്നെ ചില മഹത്തുക്കൾ റമദാൻ്റെ അവസാനത്തിൽ നിന്നും ഇങ്ങോട്ടാണ് ഉണ്ടേണ്ടത് എന്ന് പറഞ്ഞ് റമദാൻ 30 ഉണ്ട് എങ്കിൽ 30ാമത്തെ അവസാനത്തെ രാവാണ് ഒറ്റ രാവ്, അതിന് മുമ്പത്തെ 28-ാം രാവ്, 26-ാം രാവ്, 24-ാം രാവ്, 22-ാം രാവ് ഇങ്ങനെയും കണക്ക് കൂട്ടിയവരുണ്ട്. എന്ന് പറഞ്ഞാൽ റമദാനിൻ്റെ അവസാനത്തെ 10 മുഴുവൻ ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുള്ള, പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രികളാണ്. ഒന്നും മിസ്സാക്കി കളയാൻ പാടില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ അവസാനത്തെ 10 കച്ചകെട്ടി ഇറങ്ങിയിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി അടക്കമുള്ള സ്വഹാബത്ത് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം. അള്ളാഹു വേണ്ടുവോളം അമലുകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, നന്മകൾ കരസ്ഥമാക്കാൻ, പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ലൈലത്തുൽ ഖദർ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.